ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയെയും മതനിരപേക്ഷതയെയും അംഗീകരിക്കുന്നുണ്ടോ എന്ന് എ കെ ബാലൻ. പ്രതിപക്ഷ നേതാവാണ് തൻ്റെ പ്രസ്താവന വിവാദമാക്കിയതെന്നും തനിക്ക് അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും എ കെ ബാലൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിക്കാൻ കോൺഗ്രസ് ശ്രമം നടക്കുന്നുണ്ട് എന്നും എ കെ ബാലൻ പറഞ്ഞു. ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിന്റെ ഉടമയാണ് താനെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് എ കെ ബാലൻ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കേസും കോടതിയും പുത്തരിയല്ലെന്നും എ കെ ബാലൻ പറഞ്ഞു. കേസും കോടതിയും എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. ഒരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ എന്ന് വരുത്തുന്നതിനുള്ള ശ്രമവും. പൊതുജീവിതത്തിൽ ഇന്നേ വരെ മതനിരപേക്ഷതക്കെതിരായിട്ടോ മതന്യൂനപക്ഷ വിരുദ്ധ സമീപനമോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മതന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി ശബ്ദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ശബ്ദിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഭരണഘടനയെയും മതനിരപേക്ഷതയും അംഗീകരിക്കുന്നുണ്ടോ എന്നും എ കെ ബാലൻ ചോദിച്ചു. ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ? മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നത്. തന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗിൽ നിന്നോ അറിയപ്പെടുന്ന മുസ്ലിം സംഘടനകളിൽ നിന്നോ വിമർശനം ഉണ്ടായില്ലെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു. രാഷ്ട്രവും ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ആപത്തും ആശങ്കയും തുറന്നു കാട്ടുന്നതും ഡിഫേമേഷൻ അല്ല, അപകീർത്തിപ്പെടുത്തലല്ല, അപമാനിക്കലല്ല, ആക്ഷേപിക്കലല്ല. അത് ചരിത്രത്തിലെ കറുത്ത പാടുകൾ ആവർത്തിക്കാതെ ഇരിക്കാനുള്ള മുന്നറിയിപ്പാണ്. ഞാൻ പറഞ്ഞതിൽ വലിയ അപകടമുണ്ട് എന്ന് ചില ആൾക്കാർ പറഞ്ഞു നടന്നത്. പക്ഷേ അഭിമാനത്തോടു കൂടി ഞാൻ പറയാം, ഔദ്യോഗികമായി മുസ്ലിം ലീഗോ അറിയപ്പെടുന്ന കേരളത്തിലെ മതസംഘടനകളോ എൻ്റെ പരാമർശത്തിനെതിരായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. കൈരളി ന്യൂസ്, പാലക്കാട്.